പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ നമ്മുടെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ രസതന്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ LDC അതുപോലുള്ള LGS പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ഇനി ചോദിക്കാൻ സാധ്യതയുള്ള നല്ല കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ പല ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അറിയാവുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഒരു റിവിഷനായിട്ട് കാണുക. അറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പുതുതായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കിടക്കാം. രസതന്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ആരെയാണ്. റോബർട്ട് ബോയിലാണ് അല്ലെ. അപ്പോൾ രസതന്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിലിനെയാണ്. കൂടാതെ പ്രാചീന രസതന്ത്രം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ആൽക്കെമി. നിങ്ങൾ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ ആൽക്കെമി ആണെന്ത്? പ്രാചീന രസതന്ത്രം. ഈ പറയുന്ന ആൽക്കെമിയാണ് പിന്നീട് മോഡേൺ കെമിസ്ട്രി ആയിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ രസതന്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബോയിലാണ്. കൂടാതെ പ്രാചീന രസതന്ത്രം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ആൽക്കെമി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പ്രാചീന രസതന്ത്രത്തിന് ആൽക്കെമി എന്ന പേര് നൽകിയത് അറബികളാണ് കേട്ടോ. ശ്രദ്ധിക്കുക, പ്രാചീന രസതന്ത്രത്തിന് ആൽക്കെമി എന്ന് പറയുന്ന പേര് നൽകിയത് ആരാണ്? അറബികളാണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ കെമിസ്ട്രി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അന്റോണിയോ ലാവോസിയാണ് അല്ലെ. ലാവോസിയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കെമിസ്ട്രിയുടെ പിതാവാണെങ്കിൽ അത് റോബർട്ട് ബോയിലാണ്. പ്രാചീന രസതന്ത്രം അറിയപ്പെട്ടിരുന്നത് ആൽക്കെമി എന്നാണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലാവോസിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് പ്രഫുല്ല ചന്ദ്ര റേ അല്ലെങ്കിൽ PC റേ ആണ്. ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. രസതന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിലാണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് അന്റോണിയോ ലാവോസിയാണ്. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് PC റേ അല്ലെങ്കിൽ പ്രഫുല്ല ചന്ദ്ര റേ ആണ്. അടുത്ത ചോദ്യം, കാർബണിക രസതന്ത്രത്തിന്റെ പിതാവ്, കാർബണിക രസതന്ത്രം ആരാണെന്നറിയാമോ? ഫെഡറിക് വോളർ ആണ്. ഫെഡറിക് വോളർ ആണ് കാർബണിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫെഡറിക് വോളർ ആണ്. രസതന്ത്രത്തിന്റെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ലാവോസിയാണ് കേട്ടോ. അപ്പോൾ രസതന്ത്രത്തിന്റെ അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ലാവോസിയ. കൂടാതെ രാജ്യാന്തര കെമിസ്ട്രി ഇയർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കെമിസ്ട്രി ഇയർ അല്ലെങ്കിൽ രാജ്യാന്തര രസതന്ത്ര വർഷമായിട്ട് യുണൈറ്റഡ് നേഷൻസ് ആചരിച്ചത് 2011-ലാണ്. അപ്പോൾ രാജ്യാന്തര രസതന്ത്ര വർഷമായിട്ട് യുണൈറ്റഡ് നേഷൻസ് ആചരിച്ചത് എപ്പോഴാണ്? 2011-ലാണ്. രാജ്യാന്തര പീരിയോഡിക് ടേബിൾ വർഷമായിട്ട് യുണൈറ്റഡ് നേഷൻ ആചരിച്ചത് 2019-ലാണ്. ഓക്കെ. അപ്പൊ 2011 എന്ത് ചെയ്യുന്നു? രാജ്യാന്തര കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്ര വർഷമാണ്. 2019 രാജ്യാന്തര പീരിയോഡിക് ടേബിൾ വർഷമായിട്ട് യുണൈറ്റഡ് നേഷൻസ് ആചരിക്കുന്നു. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണവും പ്രകടമാകുന്ന ഏറ്റവും ചെറിയ കണികയ്ക്ക് പറയുന്ന പേരാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണവും പ്രകടമാകുന്ന ഏറ്റവും ചെറിയ കണികയെ പറയുന്ന പേരെന്താണ്? തന്മാത്ര എന്നാണ്. ഓരോ പദാർത്ഥത്തിന്റെയും തന്മാത്രകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള അതിസൂക്ഷ്മ ഘടകങ്ങളെ പറയുന്ന പേരാണ് ആറ്റങ്ങൾ അല്ലെ. അപ്പൊ ഓരോ പദാർത്ഥത്തിന്റെയും തന്മാത്രകൾ നിർമ്മിക്കപ്പെടുന്ന അതിസൂക്ഷ്മ ഘടകങ്ങളെ പറയുന്ന പേരാണ് ആറ്റങ്ങൾ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണവും ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണെങ്കിൽ അത് തന്മാത്രയാണ്. എന്നാൽ ഓരോ പദാർത്ഥത്തിന്റെയും തന്മാത്ര നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ്. ഓക്കെ. ആറ്റത്തെ കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയെന്നും 1807 ആവിഷ്കരിച്ച സിദ്ധാന്തമാണ് അറ്റോമിക സിദ്ധാന്തം. അപ്പൊ ആറ്റത്തെ കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചും 1807 ഒരു സിദ്ധാന്തം വരുന്നു. അതിന്റെ പേരാണ് അറ്റോമിക സിദ്ധാന്തം. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഒന്നും കൂടി റിവൈസ് ചെയ്യാം. ശ്രദ്ധിക്കുക, രസതന്ത്രത്തിന്റെ പിതാവ് കെമിസ്ട്രിയുടെ പിതാവാണെങ്കിൽ റോബർട്ട് ബോയിലാണ്. പ്രാചീന രസതന്ത്രം എന്നറിയപ്പെടുന്ന ആൽക്കെമിയാണ്. പ്രാചീന രസതന്ത്രത്തിന് ആൽക്കെമി എന്ന് പേര് കൊടുത്തത് അറബികളാണ്. ആധുനിക രസതന്ത്രം മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് ലാവോസിയെ. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് പ്രഫുല്ല ചന്ദ്ര റേ അല്ലെങ്കിൽ PC റേ ആണ്. അതുപോലെ തന്നെ കാർബണിക രസതന്ത്രത്തിന്റെ പിതാവ് ഫെഡറിക് വോളർ ആണ്. രസതന്ത്രത്തിന്റെ അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നത് ലാവോസിയ. ഇന്റർനാഷണൽ കെമിസ്ട്രി ഇയർ ആയിട്ട് ആചരിക്കുന്നത് 2011. ഇന്റർനാഷണൽ പീരിയോഡിക് ടേബിൾ ഇയർ ആയിട്ട് ആചരിക്കുന്നത് 2019. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണവും പ്രകടമാകുന്ന ഏറ്റവും ചെറിയ കണികയാണെങ്കിൽ അത് തന്മാത്രയാണ്. ഓരോ പദാർത്ഥത്തിനും തന്മാത്ര നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആറ്റങ്ങളാലാണ്. ആറ്റത്തെ കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെ എന്നതിനെ കുറിച്ചും 1807 ആവിഷ്കരിച്ച സിദ്ധാന്തത്തെ പറയുന്ന പേരാണ് അറ്റോമിക സിദ്ധാന്തം. എന്താണ്? അറ്റോമിക സിദ്ധാന്തം. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്,
നമ്മുടെ LDCയുടെ ക്ലാസ്സുകളും LGSന്റെ ക്ലാസ്സുകളും നിലവിൽ നമ്മുടെ ചാനലിൽ എടുത്തു വരുന്നുണ്ട്. ഈ പറയുന്ന LDCയുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ടുള്ള ഇതേപോലത്തെ ക്ലാസ്സുകളിലേക്ക് നോട്ട്സുകളും മെറ്റീരിയൽസും ഒക്കെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് 200 രൂപ പേയ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ LDCയുടെയും LGSന്റെയും ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്ന എല്ലാ LDC ക്ലാസ്സുകളുടെ PDF മെറ്റീരിയൽസ്, മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാംസ്, പരീക്ഷാ തലേന്ന് വരെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ 200 രൂപ എന്ന് പറയുന്ന മന്ത്ലി ഫീ അല്ല, വൺ ടൈം ഫീ ആണ്. അപ്പോൾ 200 രൂപ ഈ നമ്പറിലേക്ക് 9961169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ LDC പരീക്ഷ അല്ലെങ്കിൽ LGS പരീക്ഷ എഴുതാൻ എല്ലാ കൂട്ടുകാരും ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സീറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ ഫിൽ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പൊ എന്താണ് അറ്റോമിക സിദ്ധാന്തം എന്ന് പറഞ്ഞു? ആറ്റത്തെക്കുറിച്ചും പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെ എന്നതിനെ കുറിച്ചും 1807 ആവിഷ്കരിച്ച സിദ്ധാന്തത്തെ പറയുന്ന പേരാണ് അറ്റോമിക് തിയറി അല്ലെങ്കിൽ അറ്റോമിക സിദ്ധാന്തം. ഈ പറയുന്ന അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയുടെ ശാസ്ത്രജ്ഞന്റെ പേരാണ് ജോൺ ഡാൾട്ടൺ. എന്താണ്? അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയുടെ പേരെന്താണ്? ജോൺ ഡാൾട്ടൺ എന്നാണ്. ഒരു പദാർത്ഥത്തിലെ രാസപരമായ ഏറ്റവും ചെറിയ കണിക എന്നറിയപ്പെടുന്ന എന്താണ്? ആറ്റം ആണ് കേട്ടോ. ഒരു പദാർത്ഥത്തിലെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്ന പേരാണ് ആറ്റം. ആറ്റം എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്വാർഡ് ആണ്. ആരാണ്? ആറ്റം എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്വാർഡ്. ആറ്റം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആരാണ്? ഓസ്വാർഡ്. അടുത്ത ചോദ്യം, ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിച്ച ആരാണെന്ന് അറിയാമോ? നീൽസ് ബോർ ആണ്. ആദ്യത്തെ മാതൃകയല്ലേ, ആറ്റത്തിന്റെ മാതൃകയല്ലേ, ഭയങ്കര ബോറായിരുന്നു. അപ്പോ ആറ്റം മാതൃക ആദ്യമായിട്ട് അവതരിപ്പിച്ച ആരാണെന്ന് ചോദിച്ചാല് നീൽസ് ബോർ ആണ് എന്ത് ചെയ്യുന്നത്? ആറ്റം മാതൃക ആദ്യമായി അവതരിപ്പിക്കുന്നത് നീൽസ് ബോർ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക നിർദ്ദേശിച്ച ആരാണെന്ന് അറിയാമോ? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ JJ തോംസൺ ആണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. ആറ്റത്തിന്റെ ആദ്യ മാതൃക ആദ്യമേ അവതരിപ്പിക്കുന്നത് നീൽസ് ബോർ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് JJ തോംസൺ ആണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക അല്ലെങ്കിൽ സോളാർ മോഡൽ ഓഫ് ആറ്റം കണ്ടുപിടിക്കുന്നത് ഏണസ്റ്റ് റൂതർഫോർഡ് ആണ് കേട്ടോ. അപ്പോ ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആദ്യമായിട്ട് ആവിഷ്കരിക്കുന്ന ആരാണ്? ഏണസ്റ്റ് റൂതർഫോർഡ് ആണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആദ്യമായിട്ട് ആവിഷ്കരിക്കുന്നത്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ നമ്മൾ എന്ത് പറയുന്നു? അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ Z എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നു. ഒരു ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ പറയുന്ന പേരാണ് അറ്റോമിക് നമ്പർ. അപ്പൊ ആറ്റോമിക് നമ്പർ ആയിട്ട് നമുക്കറിയാം ഹൈഡ്രജനും ഹീലിയത്തിനും ഒക്കെ എന്തുണ്ട്? 1, 2 എന്നൊക്കെ പറഞ്ഞ നമ്പേഴ്സ് ഉണ്ടല്ലേ. അപ്പൊ അതിന്റെയൊക്കെ അറ്റോമിക് നമ്പർ ആണ് അതെന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ പറയുന്നത് 1, 2 അല്ലെങ്കിൽ 3 എന്നൊക്കെ പറയുന്നത്? എന്താണ് അതിന്റെ? ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിന്റെ അറ്റോമിക് നമ്പർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുക. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുകയാണ് അതിന്റെ മാസ് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെത്തുകയെ പറയുന്ന പേരാണ് അതിന്റെ മാസ് നമ്പർ. അപ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ പറയുന്ന പേരാണ് അതിന്റെ അറ്റോമിക് നമ്പർ എന്നും പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ആകെത്തുക അല്ലെങ്കിൽ അതിന്റെ സം ടോട്ടലിനെ പറയുന്ന പേരാണ് അതിന്റെ മാസ് നമ്പർ എന്നും. അടുത്ത്, ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമായിട്ടുള്ള പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂതർഫോർഡ് ആണ്. എന്താണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരാണ്? ഏണസ്റ്റ് റൂതർഫോർഡ് ആണ്. അതുപോലെ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ആറ്റത്തിന്റെ കേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂക്ലിയസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള കണമായിട്ടുള്ള പ്രോട്ടോൺ കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചാൽ അത് ഏണസ്റ്റ് റൂതർഫോർഡ് ആണ്. ഈ പറയുന്ന പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭാഗമാണ് അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്. കേന്ദ്രത്തെ അറിയപ്പെടുന്ന പേരാണ് അതിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. അടുത്ത ചോദ്യം, ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആറ്റം ഈസ് ഡിവിസിബിൾ എന്ന് പറയുന്നത് ആരാണ്? JJ തോംസൺ ആണ്. അപ്പൊ ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാണ്? JJ തോംസൺ ആണ്. പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയ ഋഷിവര്യന്റെ പേരാണ് കണാദമുനി. എന്താണ്? പരമാണു സിദ്ധാന്തം അവതരിപ്പിച്ച ഭാരതീയ ഋഷിവര്യന്റെ പേരാണ് എന്ത്? കണാദമുനി എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ ഭാരം കൂടിയ കണത്തെ അറിയപ്പെടുന്ന പേര് ന്യൂട്രോൺ എന്നാണ്. ആറ്റത്തിന്റെ ഭാരം കുറഞ്ഞ കണത്തിന്റെ പേര് എന്താണ്? ഇലക്ട്രോൺ എന്നാണ്. അപ്പൊ ഭാരം കൂടിയത് ന്യൂട്രോണിനാണ്, ഭാരം കുറഞ്ഞത് ആർക്കാണ്? ഇലക്ട്രോണിനാണ്. സെറ്റ് അല്ലേ? അപ്പൊ ഒന്നും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പേജിൽ ഡിസ്കസ് ചെയ്തത് അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ ആണെന്ന് പറഞ്ഞു. പദാർത്ഥത്തിലെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓസ്വാർഡ് ആണ്. ആറ്റത്തിന്റെ ആദ്യ മാതൃക നീൽസ് ബോർ ആണ് കൊണ്ടുവരുന്നത്. പ്ലം പുഡിംഗ് മോഡൽ JJ തോംസൺ ആണ്. സൗരയുധ മോഡൽ ഏണസ്റ്റ് റൂതർഫോർഡ്. പ്രോട്ടോണുകളുടെ എണ്ണത്തെ പറയുന്ന പേരാണ് അറ്റോമിക നമ്പർ. പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെയും ആകെത്തുക മാസ് നമ്പർ ആണ്. പോസിറ്റീവ് ചാർജുള്ള കണമായിട്ടുള്ള പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂതർഫോർഡ് ആണ്. പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ന്യൂക്ലിയസിലാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചത് JJ തോംസൺ ആണ്.
പരമാണു സിദ്ധാന്തം കണാദമുനി. ആറ്റത്തിന്റെ ഭാരം കൂടിയത് ന്യൂട്രോണിലാണ്, ഭാരം കുറഞ്ഞത് ഇലക്ട്രോണിലാണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഞാൻ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കമന്റ്സ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ലൂയിസ് ഡിബ്രോളി. എന്താണ്? ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം, ശ്രദ്ധിക്കുക, ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാരാണ്? ലൂയിസ് ഡിബ്രോളിയാണ് കേട്ടോ, ഡിബ്രോളി. അപ്പൊ ലൂയിസ് ഡിബ്രോളിയാണ് ആറ്റത്തിന് അല്ലെങ്കിൽ ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ലൂയിസ് ഡിബ്രോളിയാണ്. ഒരാറ്റത്തിന് മറ്റാറ്റങ്ങളുമായി സംയോജിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് സംയോജിത എന്ന് പറയുന്നത്. ഒരാറ്റത്തിന് മറ്റാറ്റങ്ങളുമായിട്ട് സംയോജിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരെന്താണ്? സംയോജിത എന്നാണ് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യമാണ്, ഇലക്ട്രോണുകളെ പങ്കിട്ടുകൊണ്ട് രണ്ട് ആറ്റങ്ങൾ തമ്മിലുണ്ടാകുന്ന ബന്ധമാണെങ്കിൽ അത് സഹസംയോജക ബന്ധമാണ്. നല്ല ചോദ്യമാണ്. ഇലക്ട്രോണുകളെ പങ്കിട്ടുകൊണ്ട് രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധമാണെന്നുണ്ടെങ്കിൽ സഹസംയോജന ബന്ധമാണ്. അപ്പൊ ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞത് ലൂയിസ് ഡിബ്രോളിയാണ്. അതുപോലെ ഒരാറ്റത്തിന് മറ്റാറ്റങ്ങളുമായി സംയോജിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് സംയോജകത. അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ പങ്കിട്ടുകൊണ്ട് രണ്ടാറ്റങ്ങൾ തമ്മിലുണ്ടാകുന്ന ബന്ധമാണെന്നുണ്ടെങ്കിൽ സഹസംയോജക ബന്ധമാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. സംയോജക ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ബന്ധത്തിന് പറയുന്ന പേരാണ് അയോണിക ബന്ധം. ശ്രദ്ധിച്ചിരിക്കുക, സംയോജക ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ബന്ധനത്തെ പറയുന്ന പേരെന്താണ്? അയോണിക ബന്ധനമാണ്. അയോണിക ബന്ധനം. സംയോജക ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ, ഒന്ന് നമ്മൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് റിസീവ് ചെയ്യുകയോ ചെയ്തുകൊണ്ടുണ്ടാകുന്ന ബന്ധനത്തെ പറയുന്ന പേരാണ് അയോണിക് ബോണ്ട് അല്ലെങ്കിൽ അയോണിക ബന്ധനം എന്ന് പറയുന്നത്. ആറ്റത്തിന് തൃപ്തികരമായി ഒരു മാതൃക നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാണ് നീൽസ് ബോർ. ആറ്റത്തിന്റെ ആദ്യത്തെ മോഡൽ കൊണ്ടുവന്നതും ആറ്റത്തിന് തൃപ്തികരമായ ഒരു മാതൃക നിർദ്ദേശിച്ചതും ആര് തന്നെയാണ്? നമ്മുടെ നീൽസ് ബോർ ആണ്. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ക്വാണ്ടം തിയറിയാണ് കേട്ടോ. അപ്പൊ നീൽസ് ബോറിന്റെ ആറ്റം മോഡൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് എന്ത് തിയറിയാണ്? ക്വാണ്ടം തിയറിയാണ്. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയാണ് അതിന്റെ തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണിക അറിയപ്പെടുന്ന പേര് അതിന്റെ തന്മാത്ര എന്നാണ്. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? ഈ പറയുന്ന തന്മാത്രയാണ്. അപ്പൊ പ്രപഞ്ചത്തിന്റെ ഇഷ്ടിക എന്നറിയപ്പെടുന്ന തന്മാത്രയാണ്. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അവഗാഡ്രോ. അപ്പോ തന്മാത്ര എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ച ആരാണ്? അവഗാഡ്രോ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഒന്നും കൂടി ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു ഇലക്ട്രോണുകൾക്ക് ദ്വൈത സ്വഭാവം ലൂയിസ് ഡിബ്രോളി. ഒരാറ്റത്തിന് മറ്റാറ്റങ്ങളുമായിട്ടുണ്ടാവുന്ന സംയോജിക്കാനുള്ള കഴിവാണ് സംയോജകത എന്ന് പറയുന്നത്. ഇലക്ട്രോണുകൾ പങ്കിട്ടുകൊണ്ടുള്ള രണ്ടാറ്റങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് സഹസംയോജക ബന്ധം. സംയോജക ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ബന്ധമാണ് അയോണിക ബന്ധം. ആറ്റത്തിന് തൃപ്തികരമായി ഒരു മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? നീൽസ് ബോർ ആണ്. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ക്വാണ്ടം തിയറിയാണ്. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഏറ്റവും ചെറിയ കണികയെ പറയുന്ന പേരാണ് അതിന്റെ തന്മാത്ര. പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഇഷ്ടിക എന്നറിയപ്പെടുന്നത് തന്മാത്രയാണ്. തന്മാത്ര എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് അവഗാഡ്രോയാണ് കേട്ടോ. അടുത്ത ചോദ്യമാണ്, വ്യാവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര് അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? വ്യാവസായികമായി ലോഹം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ലോഹം ഉൽപ്പാദിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ലോഹധാതുവിനെ പറയുന്ന പേരാണ് അയിര് അല്ലെങ്കിൽ ഓർ എന്ന് പറയുന്നത്. ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ലോഹനാശം അല്ലെങ്കിൽ ലോഹാംശം അടങ്ങിയിട്ടുള്ള പ്രകൃതിജന്യമായ വസ്തുക്കളാണ് ധാതുക്കൾ. അപ്പൊ എന്താണ്? ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഭൂവൽക്കത്തിൽ തന്നെ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയിട്ടുള്ള പ്രകൃതിജന്യമായിട്ടുള്ള വസ്തുക്കളെ പറയുന്ന പേരെന്താണ്? ധാതുക്കൾ എന്നാണ്. ഒരേ തരം ആറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തുവിനെ പറയുന്ന പേരാണ് മൂലകം അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഒരേ തരം ആറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തുക്കളാണെങ്കിൽ അതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് മൂലകം അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന്. ആറ്റത്തിന്റെ തിരിച്ചറിയൽ അല്ലെങ്കിൽ ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രോട്ടോൺ ആണ് കേട്ടോ. അപ്പൊ ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് പ്രോട്ടോൺ ആണ്. മൂലകം അല്ലെങ്കിൽ എലമെന്റ്സ് എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ച വ്യക്തിയാണ് റോബർട്ട് ബോയിൽ. ഓക്കെ, അപ്പൊ ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത് അതിന്റെ പ്രോട്ടോൺസിനെയാണ്. കാര്യം എന്താണ്? പ്രോട്ടോൺസിന്റെ എണ്ണമാണ് അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. കൂടാതെ മൂലകം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? റോബർട്ട് ബോയിൽ. അപ്പൊ ഈ ഒരു പേജ് ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം, കാരണം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് റിപ്പീറ്റ് ആയിട്ട് വായിക്കുന്നത്. അപ്പോൾ എനിക്ക് വേറെ പണിയില്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാൻ വീണ്ടും ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇലക്ട്രോണുകൾക്ക്
ഈ പറയും പോലെ ദ്വൈത സ്വഭാവം ഉണ്ടെന്ന് പറയുന്ന വ്യക്തിയാണ് ലൂയിസ് ഡെ ബ്രോളി. ഒരു ആറ്റത്തിന് മറ്റാറ്റങ്ങളുമായിട്ട് സംയോജിക്കാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് സംയോജകത. ഇലക്ട്രോണുകളെ പങ്കിട്ടുകൊണ്ട് രണ്ട് ആറ്റങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് നമ്മൾ സഹസംയോജക ബന്ധം എന്ന് പറയുന്നു. സംയോജകത ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സംയോജക ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ബന്ധത്തിനാണ് നമ്മൾ അയോണിക ബന്ധം എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ തൃപ്തികരമായിട്ടുള്ള ഒരു മാതൃക നിർദ്ദേശിച്ചത് നമ്മുടെ നീൽസ് ബോർ ആണ്. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ക്വാണ്ടം തിയറിയാണ്. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണിക എന്ന് പറയുന്നത് അതിന്റെ തന്മാത്രയാണ്. പ്രപഞ്ചത്തിന്റെ ഇഷ്ടിക എന്നറിയപ്പെടുന്നത് എന്തിനെ തന്നെയാണ്? തന്മാത്ര തന്നെയാണ്. തന്മാത്ര എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അവഗാഡ്രോയാണ്. വ്യവസായികമായിട്ട് ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര്. ലോഹങ്ങൾ നിർമ്മിക്കുന്നത് ഭൂവൽക്കത്തിൽ അല്ലെങ്കിൽ ലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് ഭൂവൽക്കത്തിൽ തന്നെ കാണപ്പെടുന്ന ലോഹാംശം അടങ്ങിയിട്ടുള്ള പ്രകൃതിജന്യ വസ്തുക്കളെ നമ്മൾ ധാതുക്കൾ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഒരേ തരം ആറ്റം മാത്രമുള്ള ശുദ്ധമായ വസ്തുവിനെ പറയുന്ന പേരാണ് മൂലകം. ആറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നതിന്റെ പ്രോട്ടോണിനെയാണ്. മൂലകം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് റോബർട്ട് ബോയിലാണ്. സെറ്റാണേ. അടുത്ത ചോദ്യം ഇതാണ്. മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണ് എന്ന് തെളിയിച്ച വ്യക്തിയാണ് ആര്? ജോൺ ഡാൾട്ടൺ. ശ്രദ്ധിക്കുക, മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണ് എന്ന് തെളിയിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. മൂലകങ്ങളെ ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചത്, മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും പറഞ്ഞ് വേർതിരിച്ചത് ലാവോസിയാണ്. അതുപോലെ തന്നെ മൂലക വർഗീകരണത്തിന്റെ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ ന്യൂലാൻഡ് ആണ് കേട്ടോ. ജോൺ വളരെ പ്രധാനപ്പെട്ടതാണ്. ജോൺ ന്യൂലാൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? മൂലക വർഗീകരണത്തിന്റെ, എലമെന്റ്സിന്റെ വർഗീകരണത്തിന്റെ അഷ്ടക നിയമം ആവിഷ്കരിച്ച ആരാണ്? ജോൺ ന്യൂലാൻഡ്സ് ആണ്. ജോൺ ന്യൂലാൻഡ്സ് ആണ് മൂലക വർഗീകരണത്തിന്റെ അഷ്ടക നിയമം ആവിഷ്കരിക്കുന്നത്. ഒരേ സ്വഭാവമുള്ള 3 മൂലകങ്ങളെ ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ് എന്ന ചെറു ഗ്രൂപ്പുകളായി വേർതിരിച്ചത് ആരാണ്? ഡോബറൈനർ. ആരാണ്? ഡോബറൈനർ. അപ്പോൾ ഒരേ സ്വഭാവമുള്ള 3 മൂലകങ്ങളെ ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ് എന്ന് പറഞ്ഞ ചെറിയ ഗ്രൂപ്പുകളായിട്ട് വേർതിരിച്ചത് ഡോബറൈനർ ആണ്. അപ്പൊ ഒന്നും കൂടി പറയുകയാണ്, മൂലകങ്ങളെ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയുന്ന ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. മൂലകങ്ങളെ ലോഹങ്ങൾ, മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും പറയുന്നത് ലാവോസിയാണ്. മൂലക വർഗീകരണത്തിന്റെ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ജോൺ ന്യൂലാൻഡ്സ് ആണ്. ഒരേ സ്വഭാവമുള്ള 3 ത്രികങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങളെ ത്രികങ്ങൾ അല്ലെങ്കിൽ ട്രയാഡ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് ഡോബറൈനർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു 50 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ അടുത്ത പാർട്ടുകളും സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഒക്കെ വരുന്ന ദിവസങ്ങൾ ഉണ്ടാവും. ഈ ക്ലാസ് ഒന്നിൽ നിങ്ങൾ 1-2 തവണ എന്ന് കാണുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത ശേഷം അതിനകത്ത് ഇതിന്റെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇതിന്റെ PDF കൊടുത്തേക്കും. ആ PDF നിങ്ങളൊന്ന് വായിച്ച് 1-2 തവണ വായിച്ച് ഈ പറയുന്ന പോയിന്റ്സുകൾ എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, കൺഫ്യൂസിംഗ് ആണ്, മാറിപ്പോകുന്നതാണ്, മറന്നു പോകുന്നതാണ്. അപ്പോ ഇത്രയും വ്യക്തമായി എന്ന് പഠിച്ച് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ LDC 2024 അല്ലെങ്കിൽ LGSന്റെ കോഴ്സിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. 200 രൂപയാണ് പേയ്മെന്റ്. നമ്പർ കൂടി ശ്രദ്ധിക്കുക, 9961116927 നമ്പർ, 272 എന്ന് പറയുന്ന നമ്പർ. ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്യുക. ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സാപ്പിൽ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയക്കുക. വിളിക്കരുത്, കോൾ എനേബിൾഡ് അല്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.